സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്ന മറ്റൊരു വാർത്തയാണ്. കേസ് ഒതുക്കാൻ ഇ ഡി ഉദ്യോഗസ്ഥൻ 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട കേസിൽ നിർണായക കണ്ടെത്തലുമായി വിജിലൻസ്. പ്രതികൾ പണം കൈമാറാൻ പരാതിക്കാരന് നൽകിയ മുംബൈയിലെ സ്ഥാപനം തട്ടിപ്പ് കമ്പനിയാണെന്ന് വിജിലൻസ് സ്ഥിരീകരിച്ചു. കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് ഈ അക്കൗണ്ടിൽ നടന്നതായാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, എന്തായാലും ഇത് തട്ടിപ്പ് കമ്പനിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് ഇടപാടുകൾ നടന്നുവെന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിലും ഈ കൊല്ലത്തെ വ്യവസായിയിൽ നിന്നും മാത്രമല്ല ഇവർ പണം ആവശ്യപ്പെട്ടതിന് മുൻപും ഇ ഡി ഉദ്യോഗസ്ഥര് കൈക്കൂലി പണം പലരിൽ നിന്നും വാങ്ങിയിട്ടുണ്ടെന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഏറ്റവും ആ രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെയും ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ഇവർ കോഴയായിട്ട് പണം ഈ ഒരു ഗ്യാങ് കോഴയായിട്ട് തന്നെ പണം വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു കൂട്ടുകെട്ടിൽ നിരവധി ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെയായിരുന്നു വിജിലൻസിൻ്റെ ഒരു കണ്ടെത്തൽ. അവരുടെ ഒരു തുടക്കത്തിൽ കിട്ടിയ തെളിവുകളുമെല്ലാം ആ രീതിയിലുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. ഇതിൽ നിലവിൽ വിജിലൻസ് നേരിടുന്ന ഒരു പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നത് ഇതിൽ ഇവർ ഒന്നാം പ്രതിയാക്കിയ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായ ശേഖർ കുമാറിനെതിരെ മതിയായ രീതിയിലുള്ള തെളിവുകൾ ഇതുവരെയും സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ മതിയായ തെളിവുകൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം തുടരുകയാണെന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ കേസന്വേഷണം മുംബൈയിലേക്ക് നീങ്ങുന്നത്. ഇതിൻ്റെ പ്രധാനം ഈ ഇടനിലക്കാർ പറഞ്ഞിരിക്കുന്നത്, അതായത് ഈ കേസിലെ മറ്റ് പ്രതികൾ പറഞ്ഞിരിക്കുന്നത് മുംബൈയിലെ ഒരു കമ്പനിയുടെ മേൽവിലാസവും അതോടൊപ്പം തന്നെ അവരുടെ ഒരു അക്കൗണ്ട് ഡീറ്റെയിൽസുമാണ് നൽകിയിരുന്നത്. ഈ അക്കൗണ്ടിലേക്ക് പണം കൈമാറാനാണ് പറഞ്ഞിരുന്നത്. പരാതിക്കാരനായ ഈ അഴിമതിയെക്കുറിച്ചുള്ള പരാതിപ്പെട്ട അനീഷ് 50,000 രൂപ ആദ്യ ഗഡുവായിട്ട് തന്നെ ഇതിലേക്ക് കൈമാറിയതുമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ അന്വേഷണം മുംബൈയിലേക്ക് നീങ്ങുകയും ചെയ്തത്. ബോറസ് കമ്മോഡിറ്റീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് പണം കൈമാറാൻ ഇവർ നിർദ്ദേശിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ കമ്പനിയുടെ ഉടമ എന്ന് പറയുന്ന ഒരാൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുംബൈയിലെത്തി വിജിലൻസ് ചോദ്യം ചെയ്തപ്പോഴാണ് അറിയുന്നത് അങ്ങനെ ഒരു സ്ഥാപനം നിലവിലില്ല. പക്ഷേ ഈ അക്കൗണ്ടും കാര്യങ്ങളുമെല്ലാം ആക്റ്റീവ് തന്നെയാണ്. പക്ഷേ ഇങ്ങനൊരു സാധനം ഈ ഒരു കമ്പനി നിലവിലില്ല. ഇതൊരു ഷെൽ കമ്പനി, അതായത് കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കുകയും ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കമ്പനിയുടെ രീതിയാണ് ഇതെന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഉടമകൾ എന്ന് പറയുന്ന ഒരാൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്തപ്പോൾ ഇത്തരമൊരു മേൽവിലാസം നിലവിലില്ല, ഇത്തരം കാര്യങ്ങളൊന്നും നിലവിലില്ല. പക്ഷേ ഒരു അക്കൗണ്ടിനെ വേറൊരു രീതിയിലുള്ളൊരു മറയാക്കിക്കൊണ്ടാണ് ഇത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തത്. അപ്പോൾ ഇതിൽ മറ്റു പലർക്കും കൂടി ഈ ഇടപാടിലെല്ലാം പങ്കുണ്ട് എന്നൊരു സംശയമാണ് വിജിലൻസിന് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച വിശദമായ രീതിയിലേക്കുള്ള ഒരു അന്വേഷണം തീർച്ചയായും ഡാനി അതുകൂടി എന്തായാലും അന്വേഷിക്കണം. വിജിലൻസ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെത്തി നോട്ടീസ് നൽകിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ, കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു നോട്ടീസ് നൽകിയതെന്നാണ് വിജിലൻസ് വ്യക്തമാക്കിയത്. ഈ ഇ ഡി ഉദ്യോഗസ്ഥർ വിജിലൻസിന്റെ അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട്. കാരണം കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കൂടുതൽ തലങ്ങളിലേക്ക് അന്വേഷണം നടത്തിയാൽ കൂടുതൽ ഇ ഡി ഉദ്യോഗസ്ഥർ കുടുങ്ങുമെന്നൊരു പേടി ഉദ്യോഗസ്ഥർ ഇ ഡിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനുണ്ടോ ഡാനി? ടോം, ഇക്കാര്യത്തിൽ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസിയും സംസ്ഥാന അന്വേഷണ ഏജൻസിയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് ആദ്യ പ്രാവശ്യമെന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ നേരത്തെ ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് വേഴ്സസ് ഇ ഡി ആയിരുന്നു അന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഇ ഡി വേഴ്സസ് വിജിലൻസ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഏതായാലും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് വിജിലൻസ് കഴിഞ്ഞ ദിവസം ഇവരുടെ ഓഫീസിലെത്തി, ഇ ഡി ഓഫീസിലെത്തി നോട്ടീസ് നൽകുന്നത്. രേഖാമൂലം തന്നെ ഇത്തരം നടപടികളിലേക്ക് കടക്കുക. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങൾക്ക് ചില കാര്യങ്ങൾ കൂടി അറിയാനുണ്ട് എന്ന സംബന്ധിയായ കാര്യങ്ങളിൽ വിശദമായ നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ഇ ഡിയുടെ ഒരു പ്രതികരണമോ കാര്യങ്ങളോ ഒന്നും ഈ വിഷയത്തിൽ വന്നിട്ടില്ല. സ്വാഭാവികമായും അവിടെ നിന്ന് പ്രതിരോധം സൃഷ്ടിക്കാനുള്ള എല്ലാ സാധ്യതകളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. കാരണം തങ്ങളുടെ അന്വേഷണത്തിൻ്റെ വരുതിയിലിരിക്കുന്ന ഒരു കാര്യങ്ങൾ സംബന്ധിയായിട്ടാണ് വന്നിരിക്കുന്നത്, ഇത്തരം ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വരാം. അതുമാത്രവുമല്ല, ഈ ശേഖർ കുമാർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്.
ആ ജാമ്യാപേക്ഷയിൽ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ നോട്ട് ടു അറസ്റ്റ് എന്ന് പറയുന്ന കാര്യം ജൂൺ 11 വരെയാണ് ദീർഘിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പരിഗണനയ്ക്ക് വരുമ്പോൾ വിജിലൻസിനോട് ഇത്തരം കാര്യങ്ങളിൽ എന്താണ് നിങ്ങൾക്ക് പറയുവാനുള്ളത് എന്നത് ചോദിച്ചിരുന്നു. അപ്പോൾ അത് ഈ ജൂൺ 11 വീണ്ടും കേസ് പരിഗണിക്കുമ്പോൾ വിജിലൻസ് അത്തരം കാര്യങ്ങൾ ബോധിപ്പിക്കുമെന്നാണ്, ശേഖർ കുമാറിനെതിരെയുള്ള പരാതിയും കാര്യങ്ങളും അടക്കം അതിൻ്റെ ഉള്ളടക്കം ബോധിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മുൻകൂർ ജാമ്യം അപേക്ഷിച്ചുകൊണ്ടുള്ള ശേഖർ കുമാറിൻ്റെ ഹർജിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം തന്നെ ഇതിൽ കരുവാക്കുകയാണെന്നതാണ്. ഇതിൽ പരാതിക്കാരനായ ഈ കോഴ 2 കോടി രൂപ കോഴ വേണമെന്ന് പറഞ്ഞ് തന്നെ സമീപിച്ചു എന്ന് പറയുമ്പോൾ ഈ പരാതിക്കാരനായ അനീഷ് അദ്ദേഹത്തിനെതിരെ തന്നെ നിരവധിയായ കേസുകളുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ വ്യവസായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അതിലാണ് തങ്ങൾ ED അന്വേഷണം നടത്തുന്നത്. ഈ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ തങ്ങൾക്കെതിരെ മറ്റൊരു കേസ് ചമച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്നതാണ് ED ഉദ്യോഗസ്ഥൻ പറയുന്നത്. ED ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ അത് EDയുടെ ഒരു മറുപടി എന്ന രീതിയിൽ തന്നെ അത് മനസ്സിലാക്കിയെടുക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ അന്വേഷണം നടത്തണം. നോട്ടീസ് നൽകിയ വിജിലൻസിൻ്റെ നടപടിയെയും ആ രീതിയിൽ തന്നെ ഒരു മറുപടി നൽകാൻ തന്നെയാണ് സാധ്യത. എന്തായാലും അത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും. വിജിലൻസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു പിടിവള്ളി എന്ന് പറയുന്നത്, ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ കമ്പനി അതൊരു ഷെൽ കമ്പനിയാണ് എന്ന് സ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ പണമിടപാട് നടന്നിട്ടുണ്ടെന്ന് സമർത്ഥിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടു എന്നതാണ്. ആരൊക്കെ ഉൾപ്പെട്ടാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാം പ്രതിയായ ശേഖർ കുമാറിനെതിരെ അപ്പോഴും തെളിവ് കണ്ടെത്താൻ അതിൽ നിന്ന് കഴിയുമോ എന്ന പ്രധാന ചോദ്യം അവശേഷിക്കുകയാണ്. ടോം. തീർച്ചയായും ഡാനി, അതുതന്നെയാണ്. കാരണം 3 ഏജന്റുമാരെ, ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഉൾപ്പെടെ 3 പേരെ വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട്. 3 പേർക്കും പക്ഷേ കോടതിയിൽ നിന്ന് ജാമ്യവും ലഭിച്ചതാണ്. അവിടെ ഡാനി സൂചിപ്പിച്ചതുപോലെ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ED ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിനെതിരെ കൃത്യമായ തെളിവ് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടായിട്ടുണ്ടോ? കൂടുതലും എന്താണ് വിജിലൻസിൻ്റെ അടുത്ത നീക്കമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ടോം, ഇക്കാര്യത്തിൽ വിജിലൻസ് തിടുക്കപ്പെട്ട ഒരു നീക്കവും ED ഉദ്യോഗസ്ഥനെതിരെ നടത്തുന്നില്ല എന്നതാണ്. ഇവർ പറഞ്ഞിരിക്കുന്നത് മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ പ്രതിയാക്കി എന്നതാണ്. പക്ഷേ ആ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഇതാണെന്ന് അവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ ഒന്നാം പ്രതി തന്നെ ആക്കിയിരിക്കുന്നു എന്നതാണ് വിജിലൻസ്. അപ്പോൾ അതിൻ്റെ ഒരു സാങ്കത്യം തന്നെയാണ് കോടതിയിൽ ചോദ്യം ചെയ്തത്. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് തന്നെ ഒന്നാം പ്രതിയാക്കാനായിട്ട് വിജിലൻസ് തീരുമാനിച്ച ആ ഒരു സാങ്കത്യം തന്നെയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് ജൂൺ 11 കേസ് ഹൈക്കോടതിയിൽ പരിഗണിക്കുമ്പോൾ വിജിലൻസ് സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിൽ മറുപടി പറയേണ്ടതുണ്ട്. ഇത് കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് വിജിലൻസ് നൽകുന്ന കാര്യങ്ങൾ. അതിനു മുൻപായി ഇദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള തെളിവ് കണ്ടെത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് വിജിലൻസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇതുവരെയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിനൊരു നീക്കം വിജിലൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ചോദ്യം ചെയ്യുന്നതിനുമുള്ള നീക്കം ഉണ്ടായിട്ടില്ല. കൃത്യമായി നോട്ടീസ് നൽകുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഈ കാര്യങ്ങളിലേക്ക് വന്നിട്ടില്ല. മറ്റു പ്രതികളെ തന്നെയാണ് വിജിലൻസ് വീണ്ടും ചോദ്യം ചെയ്യുന്നത്. അവർക്ക് ജാമ്യം ലഭിക്കുമ്പോൾ പറഞ്ഞിരുന്നത് 7 ദിവസം ഇവിടെ ഹാജരായി അവർക്ക് ചോദ്യം ചെയ്യലിന് വിധേയരാകണമെന്നായിരുന്നു. അതേതായാലും ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നു. പക്ഷേ ഇപ്പോഴും ശേഖർ കുമാറിലേക്ക് അന്വേഷണവുമായോ മറ്റ് നോട്ടീസായോ ചോദ്യം ചെയ്യലായോ ഒന്നും വിജിലൻസിന് സമീപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വസ്തുത തന്നെയാണ്. ഒരുപക്ഷെ ഇനി കേസ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതിയും അത് തന്നെയാകും ചോദിക്കുക, എന്താണ് തെളിവുകൾ എന്നതാണ്. അതിന് ഇനി ജൂൺ 11 വരെയാണ് വിജിലൻസിന് അവശേഷിക്കുന്ന സമയം. അതിനകത്ത് തെളിവുകൾ കണ്ടെത്തി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ആത്മവിശ്വാസം. ടോം. പരമാവധി തെളിവുകൾ കണ്ടെത്തി ED ഉദ്യോഗസ്ഥനായിട്ടുള്ള ശേഖർ കുമാറിന് കൊടുക്കാൻ തന്നെയാണ് വിജിലൻസിൻ്റെ നീക്കം. പക്ഷെ അതിനായി ഇതുവരെയും ഈ മുംബൈ ആസ്ഥാനമായിട്ടുള്ള അല്ലെങ്കിൽ മുംബൈയിലെ ഒരു കമ്പനിയാണെന്ന് പറയുന്ന ആ കമ്പനി വ്യാജ കമ്പനിയാണെന്ന് വിജിലൻസിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ശേഖർ കുമാറിനെതിരെ പരമാവധി തെളിവ് കണ്ടെത്തി ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് തന്നെയാണ് വിജിലൻസ് നീങ്ങുന്നത്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.